അസ്സലാമു അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, നമ്മുടെ ഈ ഒരു വീഡിയോ വീക്ഷിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഒന്ന് നിങ്ങൾ തീർച്ചയായും കാണണം. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ത് അറിയും? നമ്മുടെ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റിൽ സഹ്റാൻ അംദാനി എന്ന് പറയുന്ന ഒരു യുവാവ് 400 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിം മേയർ ആയി എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ ഒന്നിത്തിരി സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണണം. സാധാരണമാരെ ഈ ഒരു മുസ്ലിം നാമമുള്ള ഒരാൾ അവിടെ മേയറായതുകൊണ്ട് ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും വേണ്ടിയെന്ന് പറയുന്നു. കാരണം ഇന്ന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിനകത്ത് മാത്രം, യൂറോപ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാഷ്ട്രങ്ങളിലോ ഇവിടെ നിന്നും ഇതിന് യാതൊരു ആഘോഷമൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇത് ഒരുപാട് ചർച്ച ചെയ്യുകയാണ്. കാരണം ഒരു മുസ്ലിം യുവാവ് അമേരിക്കയെ കീഴ്പ്പെടുത്തി അമേരിക്കയെ പിടിച്ചടക്കാൻ പോകുന്നുണ്ട്, ലോകം ഇസ്ലാമിസ്റ്റുകൾ കീഴ്പ്പെടുത്താൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം അതിനെ വർഗീയപരമായി ചിന്തിച്ചിട്ട് പ്രചരണം നടത്തിയും, അതുപോലെ അതുപോലെ ഒരുപാട് ആളുകൾ മറുപടി പറഞ്ഞുകൊണ്ട് മറ്റ് ചില മുസ്ലിം നാമധാരികളായ ആളുകൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടും അങ്ങനെ ഇത് ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. കാരണം നമുക്ക് ഒരു മുസ്ലിം നാമമുള്ള ആൾ അവിടെ മേയറായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരി പ്രസിഡൻ്റ് ആയതുകൊണ്ടോ, അങ്ങനെ ഒബാമ മുസ്ലിമായിട്ട് ബന്ധപ്പെട്ടോ അല്ലേ, എന്താ കൊണ്ടുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരാൾ നാമധാരികളായതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം ഇന്ത്യയിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് ഇപ്പോൾ നാമധാരികളായിട്ടുള്ള ഒരുപാട് ആളുണ്ട്. എന്താണ് മുസ്ലിമുകളുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇത് ആഘോഷിക്കുന്നുകൊണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അമേരിക്കയിലും ഇസ്രായേലിലും വെച്ചാൽ ജൂതന്മാരാണ് എന്ത് തീരുമാനിക്കുന്നത്. ഈ പലസ്തീൻ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഈ ഇസ്രായേലിൽ ഭയങ്കര കലാപം നടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നെതന്യാഹുവിനെ പിടിച്ച് തകർക്കാൻ പറ്റാത്തത്? അതുപോലെ തന്നെ അമേരിക്ക പബ്ലിക്കായിട്ട് ആയുധം കൊടുക്കുകയും ചെയ്യുന്നത്, സമാധാനമാക്കുകയും ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ, ലോകം കാണുകയാണ്. അവിടെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും നിർത്താത്തത്? അപ്പം അതല്ല, ലോകത്തിന് മുസ്ലിം നാമധാരികൾ വെച്ചുകൊണ്ട് അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചുരുക്കമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇറാഖിൽ പണ്ട് സദ്ദാം ഹുസൈൻ ലോകത്തിന് നശിപ്പിക്കുന്ന ആയുധം കൊണ്ടുവരേണ്ടത് ഇറാഖിനെ നശിപ്പിച്ചത് മുസ്ലിമിൻ്റെ പേര് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭരണാധിപന്മാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആരും അമേരിക്കൻ്റെ തന്ത്രത്തിൽപ്പെട്ടാണ്. അതുപോലെ തന്നെ ഈ ലിബിയയിൽ, ലബനാൻ, സിറിയ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിംസിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും അവിടെയൊക്കെ തകർക്കുകയാണ് ചെയ്തത്. അപ്പം അതുപോലെ തന്നെ ഇതും ഒരു മുസ്ലിം നാമമുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഇനി ഭാവിയിൽ വേണ്ടെന്ന് ചിലപ്പോൾ അമേരിക്കൻ്റെ പ്രസിഡൻ്റ് ആയിക്കൂടാന്നില്ല അയാൾ. കാരണം വെച്ചെങ്കിൽ ഒരു മുസ്ലിം നാമം ഉള്ള ഒരാൾ ഇവർക്കെല്ലാവർക്കും ആവശ്യമാണ്. അത് ഞാൻ ഇന്ത്യയിലേക്ക് വരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുസ്ലിംസിൻ്റെ പേരുള്ളത് കൊണ്ടൊന്നും ഗുണമുണ്ടോ എന്നുള്ളത്. ഇത് ലോകത്തിലിപ്പോൾ ഒരുപാട് 1-2 യുദ്ധത്തിന് ശേഷമൊക്കെ ഇസ്ലാമോഫിയ വളർത്തി അതൊക്കെ പോയിട്ടാവും പിന്നെ മറ്റൊരു രൂപമാക്കിയിട്ട് മാറ്റി. ഇതിപ്പം ഒന്നുമല്ലാത്ത സന്ദർഭത്തിൽ ഇപ്പം എന്താ വെച്ചാൽ അമേരിക്കയും ജൂതരാഷ്ട്രം കൂടിയിട്ട് പുതിയ തന്ത്രം മെനയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ എന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ തന്ത്രത്തിൽപ്പെട്ട കാര്യമാണ് ഈ മേയറാകുന്നൊക്കെ പറഞ്ഞാൽ. കാരണം പ്രത്യേകിച്ചിട്ട് ഈ മംദാനി എന്ന് പറയുന്ന ഈ ചങ്ങായി തന്നെ സിയാണ് ആൾ. ഇറാൻ ഇപ്പോൾ കൊടിയ ശത്രുവാണ് അമേരിക്കക്ക്. അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്തെങ്കിലും അജണ്ടയില്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നാമധാരികൾ വേണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ലോകത്ത് ഒരുപാട് മുസ്ലിം നാമധാരികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊന്നും മുസ്ലിങ്ങൾക്കൊരു ഗുണം കിട്ടിയില്ല. കാരണം അമിതമായിട്ട് ആഹ്ലാദിക്കുന്ന മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്,
നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് വരാം. മറ്റൊക്കെ പുറത്തുകാട് വെക്കിട്ട് ഇന്ത്യയിൽ തന്നെ നമ്മളെ രാജ്യത്ത് ഒരു 3-4 രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട് 47 ശേഷം ഇന്ത്യ ചരിത്രത്തിൽ. അതായത് 26 കൊല്ലത്തിൻ്റെ അകത്ത് ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയമാർ സാക്കിർ ഹുസൈൻ, മുഹമ്മദ് ഹിദായത്തുള്ള, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, APJ അബ്ദുൽ കലാം, അതുപോലെ തന്നെ ഇസഡ് അൻസാരി എന്ന് പറഞ്ഞിട്ട് ഒരു ഉപരാഷ്ട്രപതി. അങ്ങനെ ഒരു 4-5 ആളുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് ഇന്ത്യ രാജ്യത്ത് നമുക്കുണ്ടായ മുസ്ലിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഒരു ഗുണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മാറ്റമുണ്ടോ? 47 ശേഷം ഇന്ന് വരെ കൂടിക്കൊണ്ടുവരുന്നല്ലാതെ വേണ്ട. കോൺഗ്രസ്സിൽ അനവധി 52 MP ഉണ്ടായ കാലമുണ്ട് ഇന്ത്യയിൽ. മുസ്ലിം MP മാത്രമേ 52 എണ്ണം, ഇപ്പോൾ ആകെ 50 ഉള്ളൂ. എന്നിട്ട് മുസ്ലിങ്ങൾക്കൊന്നും ഗുണമുണ്ടായിട്ടുണ്ടോ? കാരണം എല്ലാവർക്കും വേണ്ടത് നാമധാരികൾ ആവശ്യമാണ്. അതാണ് അവർ അജണ്ട എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വേണ്ട നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്ക്, കോൺഗ്രസിൻ്റെ മുസ്ലിംസിൻ്റെ നേതാക്കന്മാരല്ലേ സ്ഥാനത്ത് വഹിക്കുന്ന ആൾ. ഇപ്പോൾ MMS പോലത്തെ ആളോ നിങ്ങൾ എന്തെങ്കിലും ഒരു മുസ്ലിംസിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് നോക്കിയേ. മുസ്ലിംസിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം പേരുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ മുടി ചരിത്രമുണ്ടാ? ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കണ്ടില്ലേ, ഗുജറാത്തിൽ കണ്ടില്ലേ, 2 പ്രാവശ്യം MP ആയ മനുഷ്യനെയും കുടുംബത്തിനെ ഒന്നാകാതെ ചുട്ട് വെച്ചത്. പോലീസും സംരക്ഷണം കൊടുത്തില്ല, കോൺഗ്രസിൻ്റെ MP സംരക്ഷണം കൊടുത്തില്ല. ചരിത്രമുള്ളതല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നാമധാരികൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല എന്നതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് മുസ്ലിങ്ങൾ ആഹ്ലാദിക്കുന്നത് കൊണ്ടാണ് ഞാനീ പറയാൻ കാരണം. കാരണം ഈ ആഹ്ലാദിച്ചിട്ട് പലൊന്നുമില്ല. അവരങ്ങനെ കഴിഞ്ഞത്ര മറ്റേ ആളുകൾ മുസ്ലിം സത്രത്ത് കാത്ത് നിൽക്കുന്ന RSകാരും BJPക്കാരും പോലത്തെ ആളുകൾ ഇങ്ങനെ ഒരു വട്ടമേശയും വെച്ചിട്ട് മറ്റേ ABCDEFG ഉണ്ടല്ലോ ഒരാളുണ്ടല്ലോ ഇതിനെ ചർച്ച ചെയ്ത് വലിയ ആൾ ഭയങ്കര ബുദ്ധിജീവികൾ. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലോകം മുസ്ലിങ്ങൾ കീഴടക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ മുസ്ലിങ്ങൾ കീഴടക്കാൻ മറ്റു ചില കീഴടക്കാൻ ഇപ്പോൾ പണ്ട് പ്രവാചകൻ്റെ കാലം മുതൽ ഇന്ന് വരെ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇവർ ഇങ്ങനെ കീഴടക്കുന്നു ഇതാ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വരുന്നുണ്ട്, ഹിന്ദുക്കളെ സൂക്ഷിച്ചോളം, ഹിന്ദുക്കളിൽ ഐക്യത്തിലാവണം, ഒന്നിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കാണുന്നില്ല ഇന്ത്യയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു അജണ്ടയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് തലക്കെട്ട് കിട്ടിയ മുസ്ലിയാക്കന്മാരടക്കം ഇതുമായിട്ട് വലിയൊരു ആഘോഷം പോലെ സംസാരിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ദീപാവലിൻ്റെ സമയത്ത് ഹിന്ദുക്കളെല്ലാം ഇവിടുത്തെ അടിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒന്നും ആഘോഷം പാടില്ല എന്നല്ല. അങ്ങനത്തെ അർത്ഥമാണ് ഈ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ജഹ്റാൻ വന്ന സന്ദർഭത്തിൽ വിജയാഹ്ലാദം നടന്ന് ചെണ്ടൊക്കെ മുട്ടിയിട്ട് അവിടെ ചെണ്ടെന്ന് മുട്ടിയിട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ബാൻഡും ചീനും ചേട്ടനൊക്കെ ആക്കിയിട്ട് വലിയ ആഘോഷമാക്കിയിട്ട് റോഡ് കൂടി ഘോഷയാത്ര നടത്തുക. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഒരു ഒളിയ അജണ്ട ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം ലോകത്ത് ഒരുപാട് ചരിത്രങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളെ എങ്ങനെ തകർക്കാൻ പറ്റും അതിന് വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളോട് നമ്മൾ ഇങ്ങനെ ആഹ്ലാദിക്കേണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് സത്യത്തിൽ സ്ഥാനം കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ സത്യത്തോട് നമുക്ക് പറയാനുള്ള എത്രയുണ്ട്. അതായത് ഈ ലോകത്ത് അള്ളാഹു റസൂലിൻ്റെ കാലത്തെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ, ഇസ്ലാമിക വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരുപാട് സത്യങ്ങളുണ്ടായിരുന്നു. ആ സത്യങ്ങളെല്ലാം മൺമറിഞ്ഞു പോയതില്ലാതെ കണ്ട് നബി കൊണ്ടുവന്ന ആചാരങ്ങൾ ഇന്നും 1500 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ ഭയക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ മുസ്ലിം എന്നുള്ള പേര് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കഴിയുന്നത്ര ദേജോധം ചെയ്യാനും നശിപ്പിക്കാനും ആക്രമിക്കാനും നശിപ്പിച്ച് കളയാനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കുള്ളൂ. നമുക്ക് അവരോട് പറയാനുള്ളത്, ഈ ചെയ്തവനൊക്കെ എല്ലാം മരിച്ചിട്ട് അവൻ്റെ മൺമറിഞ്ഞ് പോയതല്ലാതെ കണ്ട് ഇസ്ലാം ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനി ലോകാവസാനം വരെ ഇത് ഈ നിലനിൽക്കും, ഈ സമുദായം നിലനിൽക്കും എന്ന് മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. ഉള്ള സമയം കളയാതെ കണ്ട് അവരുടെ ജീവിതത്തിലും കൂടെ മനുഷ്യന് നന്മ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ അവർക്ക് തോന്നട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിലൊന്നും തെറ്റിട്ടുണ്ട് ക്ഷമിക്കണം. മുസ്ലിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ അമിതമായിട്ട് ഇതിനെ ആഘോഷിക്കാൻ നടക്കണ്ട, ഉറക്കലിട്ട് നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചരിത്രങ്ങൾ ഒരുപാട് പറയാണ്ട് വീട് നിർത്തുന്നു. തെറ്റുകൂട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നിങ്ങൾ നല്ല കമൻറ്റ്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൂട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് അറിയിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ അറിയിക്കുന്നത്, കാരണം ഇതിന് മുന്നിട്ട് വീഡിയോ ഇതിലൊക്കെ ഒരുപാട് എൻ്റെ തെറി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം ഇന്ന് നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിലർ സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലർക്ക് എതിര് പറയുന്നത്, അതല്ല യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ആവശ്യത്തിനാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്.